The genealogy of Jesus, a story of redemption. The Gospel according to St. Matthew chapter 1, verse 1. The book of the genealogy of Jesus Christ, the son of David, the son of Abraham. അബ്രഹാമിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. The genealogy of Jesus, as recorded in St. Matthew chapter 1, may appear at first glance as a list of names, but it is far more. മത്തായി ശ്ലീഹ എഴുതിയ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി വായിക്കുമ്പോൾ പേരുകളുടെ പട്ടികയായി മാത്രം നാം അതിനെ കാണരുത്. It is a profound tapestry of God's redemptive work in history, weaving through saints, sinners, kings, and the forgotten into his divine plan. ദൈവീകമായ പദ്ധതിയിൽ വിശുദ്ധന്മാരും പാപികളും രാജാക്കന്മാരും മറന്നുപോയവരും എല്ലാവരും ചരിത്രത്തിലൂടെ ഇതാ ലോക രക്ഷകന്റെ വംശാവലിയിൽ ഉൾപ്പെട്ടിരിക്കുന്നു. This genealogy reminds us that God works through flawed, ordinary people to accomplish his extraordinary purposes. ഈ വംശാവലി വായിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും. ദൈവം തൻ്റെ രക്ഷാപദ്ധതി പൂർത്തീകരിക്കുന്നതും നിവർത്തീകരിക്കുന്നതും സാധാരണക്കാരിലൂടെയാണ്. For us, this is a message of hope. ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രത്യാശയുടെ സന്ദേശമാണ്. No matter our background, our failures, or the complexities of our lives, God can redeem and use us for his glory. നമ്മുടെ ചരിത്രം എന്തു ആയിക്കോട്ടെ, നമ്മുടെ വീഴ്ചകൾ, നമ്മുടെ തളർച്ചകൾ, നമ്മുടെ നഷ്ടങ്ങൾ, എന്നാൽ പോലും ദൈവം തൻ്റെ മഹത്വത്തിനു വേണ്ടി നമ്മെ ഓരോരുത്തരെയും ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. The nativity is not just an event, but it is an invitation to step into the lineage of faith by following Christ, allowing his grace to rewrite our past and shape our future. ഈ ജനന പെരുന്നാൾ ഒരു ചരിത്ര സംഭവം മാത്രമല്ല, പിന്നെയോ ഒരു ക്ഷണമാണ്, ദൈവകൃപയിലേക്കുള്ള ക്ഷണം. നമ്മുടെ ഭൂതകാലം എന്തായിക്കോട്ടെ, നമ്മുടെ ഭാവി ദൈവകൃപയിൽ ആണ് എന്നുള്ള വിശ്വാസം. St. John Chrysostom writes, quote, "In the genealogy we see both the human and the divine, God working through the frailty of man to bring forth his eternal plan. Let us marvel at his wisdom and mercy, for even in brokenness he brings forth salvation." End quote. ഈ വംശാവലിയിൽ നാം കാണുന്നത് തളർച്ചയിലും നഷ്ടങ്ങളിലും ദുഃഖങ്ങളിലും മനുഷ്യപാപത്തിൻ്റെ ആഴത്തിലും ദൈവം തൻ്റെ രക്ഷയെ ലോകത്തിലേക്ക് അയക്കുന്നു. Lord Jesus Christ, help us to trust in your redeeming power and to see our lives as part of your divine story. Transform us and may our lives bring glory to your name. Amen. ദൈവമേ, ഞങ്ങളുടെ ചരിത്രം എന്തു ആയിക്കോട്ടെ, ഞങ്ങളെ രൂപാന്തരപ്പെടുത്തി തിരുനാമ മഹത്വത്തിനായി ഞങ്ങളുടെ ജീവിതങ്ങളെ അങ്ങ് ഉപയോഗിക്കണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.